നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതകൾ വിട്ടൊഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഒരു മിസ്സിംഗ് കേസ് ആയിരുന്നുവെങ്കിൽ ഇനി അതൊരു കൊലപാതക കേസായി മാറുമോ എന്നുള്ള ആകാംക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത്. കാരണം ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ള പ്രാഥമിക നിഗമനം മാത്രമാണ്, ഒരിക്കലും അത് പൂർണ്ണമായ ഒരു അനുമാനമല്ല എന്നാണ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവിടം കൊണ്ട് ഇത് കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ചു. മൃതദേഹം നാളെ സംസ്കരിക്കുമെങ്കിലും വീട്ടുവളപ്പിൽ അടുത്ത സമാധിയായി തന്നെ നടത്തുമെങ്കിലും ഇനി കൂടുതൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ശ്വാസം മുട്ടി ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ കുടുംബം നൽകിയിരിക്കുന്ന മൊഴിയിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ തന്നെ അന്വേഷണ സംഘത്തെ ഏറെ വലയ്ക്കുന്നുണ്ട്. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ വീണ്ടും വീട്ടുകാരെ ചോദ്യം ചെയ്തേ തീരൂ എന്നുള്ള നിലപാട് തന്നെയാണ് പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നുള്ള കാര്യം CI മാധ്യമങ്ങളോട് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എങ്ങനെയാണ് ഗോപൻ സ്വാമി മരണപ്പെട്ടത്? സമാധിയാണെന്ന് കുടുംബം പറയുന്നു, സമാധിയിരിക്കുന്നു. പക്ഷേ അതിനു മുന്ന് സംഭവിച്ചത് എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പൂർണ്ണമായ താല്പര്യത്തോടുകൂടി സ്വയമായി ഇങ്ങനെ ഒരു നീക്കം നടത്തിയെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ അതിന് മറ്റ് ഇടപെടൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ദുരൂഹതയാണ് ഈ ഘട്ടത്തിൽ ഏവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അന്വേഷണത്തിലൂടെ തന്നെ തെളിയിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഡോക്ടർമാർ തന്നെ പറയുന്നു മരണകാരണം എന്ത് എന്നുള്ളത് വ്യക്തമല്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ സമാധി എന്നൊരു കാര്യം നമുക്ക് പറയാനായി സാധിക്കില്ല. ഒന്നുകിൽ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു. മറ്റു കാര്യങ്ങൾ മതവിശ്വാസത്തെ ഒന്നും തന്നെ വ്രണപ്പെടുത്തുകയല്ല. എന്നിരുന്നാൽ പോലും അനാവശ്യമായ വിവാദങ്ങൾ ഇവിടേക്ക് വലിച്ചിഴക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. രാസപരിശോധനാ ഫലം ഉടൻ തന്നെ പുറത്തു വരും. ദിവസങ്ങൾ എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും യഥാർത്ഥ മരണകാരണം കണ്ടെത്തണമെങ്കിൽ അത് ലഭിച്ചേ തീരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എപ്പോൾ മരിച്ചു, എങ്ങനെ മരിച്ചു, ഇക്കാര്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത്. മരണസമയം കൃത്യമായി അറിയണമെങ്കിൽ ഈ രാസപരിശോധനാ ഫലം കിട്ടണം. അതിനുശേഷം കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്ന മൊഴിയുമായി ഒത്തുനോക്കും. ഫലം കിട്ടാനായി ഇനിയും ദിവസങ്ങൾ എടുക്കും. പ്രാഥമിക പരിശോധനയിൽ ക്ഷതങ്ങളോ മുറിവുകളോ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ശ്വാസകോശത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം എത്തണം. ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും പോലീസ് സംശയിക്കുന്നുണ്ട്. സമാധി സ്ഥലത്ത് വെച്ച് സംഭവിച്ച കർമ്മങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ അത് സംഭവിച്ചിരിക്കുന്നത്. ഇനി സ്വാഭാവിക മരണമെന്ന രീതിയിൽ, നാച്ചുറൽ ഡെത്ത് എന്ന രീതിയിൽ ഇപ്പോഴും വിധി എഴുതാനായി കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ കുടുംബത്തിന് ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെയില്ല. അല്ലെങ്കിൽ കുടുംബം ഒരുപക്ഷെ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസും വലിയ ആകുലതയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സമാധാനപരമായി പ്രശ്നം കൈകാര്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് സംഘവും ശ്രമിക്കുന്നത്. പക്ഷേ കുടുംബം ശക്തമായ വിമർശനമാണ് പോലീസിനും നാട്ടുകാർക്കുമെതിരെ ഇപ്പോൾ ഉയർത്തുന്നത്. എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു നിലപാടും നേരത്തെ തന്നെ ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ വ്യക്തമാക്കുകയുണ്ടായി. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ചെന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ വൈകുന്നേരം 3 മണിക്ക് വലിയ രീതിയിലുള്ള ഒരു സംസ്കാര ചടങ്ങായിരിക്കും സംഘടിപ്പിക്കുന്നത്. മതാചാര്യന്മാരെ ഒക്കെ തന്നെ പങ്കെടുപ്പിച്ച് ഈ ചടങ്ങ് നടത്തുമെന്നും കുടുംബം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറയിൽ നിന്നും അഴുകിയ നിലയിൽ, ജീർണിച്ച നിലയിൽ പുറത്തെടുത്തത്. തന്നെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താനായി സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അഴുകിയ നിലയിലാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി എന്ന തീരുമാനമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സർജന്മാരടക്കം ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അതുകൊണ്ട് പ്രാഥമികമായ അനുമാനത്തിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അഴുകാനായി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഫോറൻസിക് സംഘം മടങ്ങി. കല്ലറയിൽ ഇരിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഗോപൻ സ്വാമിയെ കണ്ടെത്തിയത്. പിന്നീട് ഓരോ കല്ലുകളായി പൊളിച്ചു മാറ്റിയപ്പോൾ മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും കർപ്പൂരവും ഒക്കെ തന്നെ വിതറിയതായി കണ്ടിരുന്നു. നെഞ്ചറ്റം വരെ ഇത്തരത്തിൽ ഭസ്മത്തിൽ പൂജാദ്രവ്യങ്ങളിൽ മൂടിയ നിലയിലായിരുന്നു. അതൊക്കെ മാറ്റിയ ശേഷമാണ് നടപടിക്രമങ്ങൾ നടത്തിയത്. വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്കായി നിലവിൽ അയച്ചിട്ടുണ്ട്. സമാധി കല്ലറ പൊളിക്കുന്ന സംഭവം വലിയ വിവാദമായി മാറിയതിന് പിന്നാലെ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയും മക്കളായ സനന്ദനും രാജസേനും ചേർന്നുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസം കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ സമാധാനപരമായ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. സമാധി പൊളിക്കൽ നടപടികളുമായി അധികൃതർക്ക് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അതിൽ യാതൊരു തരത്തിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി. പിന്നാലെ കോടതിയെ മാനിക്കുന്നുവെന്ന് മക്കളും വ്യക്തമാക്കി.
അങ്ങനെയാണ് രാവിലെ 7 മണിയോടുകൂടി സമാധി കുടീരം പൊളിക്കാനുള്ള നീക്കം നടത്തിയത്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 2 ഡിവൈഎസ്പിമാരും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ഈ നടപടി നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.